ഹലോ, വെൽക്കം ടു ഗ്രീഷ്മം ക്രിസ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ. വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണിത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി പേപ്പർ ക്രാഫ്റ്റ്, കളറിങ്, വാട്ടർ കളറിങ്, അക്രൈലിക്ക്, അതുപോലെ തന്നെ ഫാബ്രിക് പെയിൻറ്റ്, അതിലൊക്കെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. അതുപോലെ തന്നെ റെസിൻ ആർട്ട്, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കൂടാതെ ഇതുപോലെയുള്ള ക്വില്ലിങ് ആർട്ടുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ്, പോസ്റ്റുകളൊക്കെ എൻ്റെ ഗ്രീഷ്മം റെസിൻ ആൻഡ് ഇൻസ്റ്റഗ്രാം പേജ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ അപ്പോൾ വോൾ ഡെക്കോർ ഫ്രെയിമിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്, അല്ലെങ്കിൽ ഒരു പകുതി മുക്കാലും കഴിഞ്ഞിട്ടുള്ളൊരു ഫ്രെയിമിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്വില്ലിങ് ആർട്ടിന് നമുക്ക് റോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേന പോലെയുള്ള സംഭവം, പശ, മെയിനായിട്ട് ക്വില്ലിങ് പേപ്പർ, അതിനേക്കാൾ മെയിനായിട്ട് ക്ഷമ അത്യാവശ്യമാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് നടുവേനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, എന്നാലും നമ്മളൊരു ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആവും. അങ്ങനെ ചെയ്തിട്ടുള്ളൊരു ഫ്രെയിമാണിത്, അല്ലെങ്കിൽ ഫ്രെയിം ആവാൻ പോകുന്ന ഒന്നാണിത്. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ ഒരു അത്യാവശ്യം A4 അല്ല, A4നേക്കാൾ ഇച്ചിരി കൂടി കട്ടിയുള്ള പേപ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുക. ചാർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു പേപ്പർ മേടിക്കാൻ കിട്ടും, കട്ടിയുള്ളത്. അത് മേടിക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്രെയിമിൻ്റെ സൈസ് അനുസരിച്ച് അത് കട്ട് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ അതിൽ സൈഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ ഫ്രെയിമിൻ്റെ സൈസാണ്. 8x10 ഇഞ്ചസിൻ്റെ ഒരു ഫ്രെയിമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മാർക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ആദ്യം നമ്മൾ റഫായിട്ട് എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് പെൻസിലോ എന്തെങ്കിലും വെച്ച് കട്ടി കുറച്ച്, അതായത് തിന്നായിട്ട് റഫായിട്ട് വരച്ചു കൊടുക്കുക. കാരണം നമ്മൾ പശയായി കഴിഞ്ഞാൽ മായ്ച്ചാലൊന്നും പോവില്ല. അപ്പോൾ നമ്മൾ പേപ്പറിട്ട് ചെയ്ത് വരുമ്പോൾ എന്തായാലും ചെറിയ ഡിഫറൻസൊക്കെ അതിൽ നിന്നുണ്ടാവും. അപ്പോൾ അത് പോവില്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് വരയ്ക്കാനേ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഹോം സ്വീറ്റ് ഹോം എന്ന ക്വില്ലിങ് പരിപാടിക്കുള്ളത് റഫായിട്ട് നമ്മൾ വരയ്ക്കും. എന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ക്വില്ലിങ് പേപ്പർ റോൾ ചെയ്തിട്ടോ അല്ലാതെയോ പല ഷേപ്പിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ അതിൻ്റെ ബൗണ്ടറിയാണ് ആദ്യം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ നല്ല സുഖമാണ്, വൃത്തി ഉണ്ടാവും, ഫിനിഷിങ്ങും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ ആദ്യമൊക്കെ നമ്മൾ ഒരു പേജ് തുടങ്ങുക എന്നുള്ള ലക്ഷ്യം വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതായാലും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഏതായാലും പോസ്റ്റ് ചെയ്തേക്കാം, വേണ്ടവർ വാങ്ങിക്കോട്ടെ. പിന്നെ അതിൽ കിട്ടുന്ന ലൈക്ക്, ഫോളോ, അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ കുറച്ച് ഫോളോവേഴ്സൊക്കെ ആയി തുടങ്ങുന്നുണ്ട്, ലൈക്കുകളും ചെറുതായിട്ട് കിട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റഗ്രാമിലാണ് ആദ്യം ഞാൻ തുടങ്ങിയത്. അത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ റെസിൻ പെൻഡൻറ്റും ഇയറിങ്സും ബ്രേസ്ലെറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറിയ ഫ്രെയിമുകളൊക്കെ അതിലുണ്ടായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് മേടിക്കാം. ഓക്കെ, പിന്നെ തുടങ്ങിയതാണ്. പിന്നെ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ അത് കൊള്ളാലോ എന്ന് തോന്നി ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ക്വില്ലിങ് ആർട്ട്. ക്വില്ലിങ് ആർട്ട് ഫ്രെയിമായിട്ട് ചെയ്യണമെന്നൊന്നും വിചാരിച്ചല്ല. പിന്നെ അങ്ങനെ ചെയ്തു വന്നപ്പോൾ എന്തുകൊണ്ട് ഫ്രെയിം ആക്കിക്കൂടാ എന്നുള്ളൊരു തോട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇങ്ങനെ ചെയ്തു തുടങ്ങിയത്. ചെയ്ത് ഫിനിഷിങ്ങിലെത്തുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം ഉണ്ടാവില്ല. ചെയ്യുമ്പോൾ ആദ്യമൊന്നും ഭംഗിയൊന്നും ഉണ്ടാവില്ല, വൃത്തിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ചെയ്ത് ലാസ്റ്റ് ഫൈനൽ ലുക്കിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ തിരിച്ചറിയാം. അങ്ങനെ ക്വില്ലിങ് ആർട്ട് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം ക്ഷമയും അതായത് നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പോൾ ഒട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരും ചിലപ്പോൾ. എന്നിട്ട് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ ദേഷ്യമൊന്നും വരില്ലല്ലോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതങ്ങനെ ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നിറങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒന്നാണല്ലോ. ലൈറ്റ് കളേഴ്സൊക്കെ ആണെങ്കിൽ പിന്നെ പറയുമുണ്ട്. പേസ്റ്റൽ കളേഴ്സിനോടൊക്കെ ഉള്ള ഇഷ്ടമൊക്കെ ഈ അടുത്താട്ടോ വന്നേ. പേസ്റ്റൽ കളേഴ്സ്, പല തരത്തിലുള്ള കളറുണ്ട് എന്നൊക്കെ അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായതിന് ശേഷമാണ്. അതിൻ്റെ മുമ്പൊക്കെ നമുക്ക് ബേസിക്കായിട്ടുള്ള കളേഴ്സ് അറിയാമെന്നല്ലാതെ ഇങ്ങനത്തെ ഓരോ ഷെയ്ഡുകളും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു.
ഇപ്പോൾ ഓക്കെ കൊള്ളാം, സൂപ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനത്തെ ആർട്ടുകളൊക്കെ ചെയ്യാൻ? കമൻറ്റ് ചെയ്യട്ടോ. ക്വില്ലിംഗ് ആർട്ട് വെച്ചിട്ട് നമുക്ക് നെയിമുകൾ എഴുതാൻ പറ്റും, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഫ്രെയിമുകൾ ചെയ്യാൻ പറ്റും, മറ്റ് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് പിന്നെ ഇങ്ങനെ ക്വില്ലിംഗ് ആർട്ട് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളതിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞു. സ്വീറ്റ് ഹോം എന്നുള്ളത് ഫുള്ള് കംപ്ലീറ്റ് ആക്കി സൈഡൊക്കെ കട്ട് ചെയ്തു. ഇത് ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോൻ്റെ ഫ്രെയിമാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്കിതൊന്ന് വെച്ച് നോക്കാം, ഓക്കെ ആണോന്ന് അറിയണമല്ലോ. അപ്പോൾ ആദ്യം അത് തിരിച്ച് വെക്കണം, എന്നിട്ട് അത് കവർ ചെയ്യണം. ബോർഡ് വെച്ച് നോക്കാം. കൊള്ളാം, നൈസാണല്ലേ. ഇങ്ങനെ ഐഷ്, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഗ്രീഷ്മം ഗ്രസ ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രീഷ്മം റെസിനാട്ട് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക.